പാകിസ്ഥാന് നൽകിയ തിരിച്ചടി മാത്രമല്ല, ജീവനെടുത്തവരോട് തന്നെ നമ്മൾ നേരിട്ട് കണക്ക് ചോദിച്ചു തുടങ്ങി. പഹൽഗാം ഭീകരാക്രമണം പദ്ധതിയിട്ടവരിൽ ഒരാളായ പാക് പാരാ കമാൻഡോ ആയിരുന്ന മൂസ എന്ന ആസിഫ് ഫൗജിക്കൊപ്പം ബൈസറൻ വാലിയിലെത്തി കൂട്ടക്കുരുതി നടത്താൻ ഒപ്പം നിന്ന ആസിഫ് ഷെയ്ഖിനെയാണ് നമ്മളിപ്പോൾ വകവരുത്തിയത്. ഏറ്റുമുട്ടലിൽ ആമിർ നിസാർ വാനി, യാവർ അഹമ്മദ് ഭട്ട് എന്ന 2 ജെയ്ഷെ ഭീകരരെ കൂടി സേന വധിച്ചു. പുൽവാമ ജില്ലയിലെ അവന്തിപുരയിൽ ത്രാൽ മേഖലയിൽ നാദർ എന്ന സ്ഥലത്ത് ആസിഫ് അടക്കം ചില ഭീകരർ ഉണ്ടെന്ന രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തിരച്ചിൽ തുടങ്ങിയ സേനയ്ക്കെതിരെ ഭീകരർ വെടിയുതിർത്തപ്പോഴാണ് ദൗത്യം ഏറ്റുമുട്ടലിലേക്ക് കടന്നത്. CRPFും ജമ്മു കശ്മീർ പോലീസും സംയുക്തമായി നടത്തിയ ദൗത്യത്തിന് ഓപ്പറേഷൻ ബാദർ എന്ന പേരും നൽകി. മണിക്കൂറുകൾ നീണ്ട ഏറ്റുമുട്ടലിനൊടുവിലാണ് 3 പേരെയും സേന വധിച്ചത്. നാദറിലെ ഒരു വീട്ടിൽ ഒളിഞ്ഞു കഴിയുകയായിരുന്നു ഇവർ. മെയ് 12-ന് മുൻപായി ഇവർ ത്രാൽ മേഖലയിൽ എത്തിയിരുന്നു എന്നാണ് സേനയ്ക്ക് ലഭിച്ച രഹസ്യ വിവരം. പ്രദേശത്ത് കൂടുതൽ പരിശോധന തുടരുന്നുണ്ട്. കശ്മീർ സ്വദേശിയായ ആസിഫ് ഷെയ്ഖിന്റെ ത്രാലിലെ വീട് സൈന്യം ഭീകരാക്രമണത്തിന് പിന്നാലെ പൊളിച്ചു കളഞ്ഞിരുന്നു. ഇന്ത്യയുടെ ആക്രമണത്തിൽ പാകിസ്ഥാനിൽ ആണവ ചോർച്ച ഉണ്ടായിട്ടില്ല എന്ന കാര്യമാണ് അന്താരാഷ്ട്ര അറ്റോമിക് എനർജി ഏജൻസി പറയുന്നത്. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.